2 മിനിറ്റിനുള്ളിൽ അവലോസ് കൂടി ഉണ്ടാക്കാൻ പഠിച്ചാലോ? കുറച്ച് അരി എടുത്ത് വറുത്തെടുക്കുക. അതിനുശേഷം അത് ചെറുതായി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഫുൾ പൊടിയും ഫുൾ അരിയും നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ, ശർക്കര ഇത് രണ്ടുമാണ് ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകവും ഏലക്കയും ഇടാം. ഞങ്ങളിപ്പം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ തേങ്ങ, ശർക്കര എല്ലാം ഇങ്ങനെ ചുരണ്ടി എടുക്കണം. ഇത് ശർക്കരയാണ്. തേങ്ങ നമ്മൾ ചുരണ്ടി എടുക്കുന്നുണ്ട്. അതിനുശേഷം ശർക്കര, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ഒരു മയം വരുന്ന രീതിയിലാകുമ്പോൾ നമ്മൾ അതുവരെ നമ്മൾ ഇളകണം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടൊന്ന് ഇതൊരു മയമായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതി വരും. വേണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് ഇത് നമുക്ക് അവലോസ് ഉണ്ടയാക്കി എടുക്കാം. അങ്ങനെയാണ് അവലോസ് ഉണ്ടയാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അവലോസ് പൊടിയായിട്ടാണ് കഴിക്കുന്നത്.